അപ്പോഴാണ് ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ വേർഡ്സ്വർത്ത് കാവ്യമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത്. 1798 പ്രസിദ്ധീകരിച്ച ലിറിക്കൽ ബാലൻസ് റൊമാൻറ്റിസിസത്തിൻ്റെ വീരകാഹളമായിരുന്നു. അപ്പം ആദ്യം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു വരികയാണ് അല്ലേ. ആദ്യം പിന്നെ ക്ലാസിക് പ്രസ്ഥാനത്തിന് ശേഷം അല്ലേ, ക്ലാസിക് പ്രസ്ഥാനത്തിന് ശേഷം ഇപ്പോൾ റൊമാൻറ്റിസിസം വരെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ റൊമാൻറ്റിസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ഒരു പേരതിൽ വന്നു. വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാൽപ്പനികതയ്ക്ക് തുടക്കം കുറിച്ച ഒരു കവിയാണ്. കോളറിജുമായി ചേർന്നിട്ട് 1798 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു കൃതിയാണ് നമ്മുടെ പുസ്തകത്തിൽ പരാമർശമുള്ള ലിറിക്കൽ ബാലൻസ് എന്ന് പറയുന്ന കൃതി. അത് കാൽപ്പനികതയ്ക്ക് തുടക്കം, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാൽപ്പനികതയ്ക്ക് തുടക്കം കുറിച്ച ഒരു കൃതിയായിട്ടാണ് അത്, അല്ലെങ്കിൽ നാന്ദി കുറിച്ചു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ദി പ്രല്യൂഡ് എന്ന് പറയുന്ന ഒരു കവിത അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കൃതിയായി എങ്ങും വിലയിരുത്തപ്പെടുന്ന ഒരു കവിതയാണ് വേർഡ്സ്വർത്തിൻ്റെ. 1800-1802 ആയപ്പോഴേക്കും റൊമാൻറ്റിസിസം ഒരു ആവേശമായി മാറിക്കഴിഞ്ഞു. ചില നൂതന ധാരണകൾ വായനക്കാരിൽ കടത്തിവിടാൻ വേർഡ്സ്വർത്തിന് കഴിഞ്ഞു. ശരിക്കും ഒരു സാഹിത്യ വിപ്ലവമായിരുന്നു. മനുഷ്യൻ്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കട്ടെ എന്ന് വേർഡ്സ്വർത്ത് പറഞ്ഞു. സാധാരണ മനുഷ്യൻ്റെ ഭാഷ ലേശമൊന്നും മിനുക്കിയെടുത്താൽ കവിതയ്ക്ക് പറ്റുകില്ല എന്ന് വേർഡ്സ്വർത്ത് ചോദിച്ചു. സാധാരണ കാരൻ്റെ ഭാഷയെ ഒന്ന് മിനുക്കിയെടുത്താൽ അത് കവിക്ക് പറ്റുന്ന ഭാഷയാണല്ലോ എന്ന് വേർഡ്സ്വർത്ത് ചോദിച്ചു. വികാരങ്ങളുടെ സ്വച്ഛന്ത പ്രവാഹമാണ് കവിത എന്നും ധ്യാനത്തിൽ സമാഹിതമായ വികാരമാണ് കവിത എന്നുമുള്ള പ്രശസ്ത നിർവചനങ്ങൾ പുതുമയുള്ളതായി തോന്നുന്നു എന്ന് ഇവിടെ ലേഖകൻ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പറയുന്നു. മലയാള സാഹിത്യത്തിൽ ഖണ്ഡകാവ്യപ്രസ്ഥാനം എന്ന പേരിലാണ് പുതിയ കവിതാ ശാഖ അറിയപ്പെടുന്നത്. അപ്പോൾ ഖണ്ഡകാവ്യപ്രസ്ഥാനം എന്താണെന്ന് ഓൾറെഡി പഠിച്ചതാണ്. ഖണ്ഡകാവ്യപ്രസ്ഥാനത്തിലെ പ്രമുഖ കവികൾ ആരൊക്കെയാണെന്നും പറഞ്ഞതാണ്. ആ ഖണ്ഡകാവ്യങ്ങളെല്ലാം റൊമാൻറ്റിക് കാവ്യങ്ങളായിരുന്നു എന്നൊന്നും പറഞ്ഞുകൂടാ. ആദ്യമുണ്ടായ ഭാവഗീതങ്ങളിൽ പഴയ കാവ്യ ഭാഷയുടെ അമിത പ്രഭാവം അവിടവിടെ കാണാനായി കഴിയും. ഇത്രയും നിർവചനക്ഷമമല്ലാത്ത ഒരു സാഹിത്യ സംജ്ഞ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. സൗകര്യത്തിന് വേണ്ടി ചിലർ പാശ്ചാത്യ റൊമാൻറ്റിസത്തെ പൂർവം എന്നും ഉത്തരമെന്നും രണ്ട് ഇതായിട്ട് വിളിക്കുന്നു. ആശാനും അതുപോലെ തന്നെ ഉള്ളൂരും വള്ളത്തോളും നാലപ്പാട്ട് അതുപോലെ ജി ശങ്കരക്കുറുപ്പ് തുടങ്ങിയവരെല്ലാം റൊമാൻറ്റിസിസത്തിൻ്റെ പ്രതിനിധികളാണെങ്കിൽ ചങ്ങമ്പുഴ അതുപോലെ തന്നെ ഇടപ്പള്ളി, കുഞ്ഞിരാമൻ നായർ ഇവരെല്ലാം ഉത്തര റൊമാൻറ്റിസിസത്തിൻ്റെ പ്രതിനിധികളാണ്. ലക്ഷണങ്ങൾ എല്ലാം കടുകിട തെറ്റാതെ ഇണങ്ങുമെന്ന മട്ടിലല്ല എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ മലയാള സാഹിത്യത്തിലെ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മലയാള സാഹിത്യത്തിലെ ഖണ്ഡകാവ്യ പ്രസ്ഥാനം എന്ന് പറയുമ്പോഴത്തേനും ആ ഖണ്ഡകാവ്യങ്ങളെല്ലാം റൊമാൻറ്റിക് കാവ്യങ്ങളാണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല എന്ന് ലേഖകൻ പറയുന്നു. അതുപോലെ തന്നെ ഭാവഗീതങ്ങളിൽ ആദ്യമുണ്ടായ ഭാവഗീതങ്ങളിൽ പഴയ കാവ്യഭാഷയുടെ അമിതമായ പ്രഭാവം കാണാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ നിർവചിക്കാൻ കഴിയാത്തൊരു സാഹിത്യ സംജ്ഞയാണ് എന്നും പറയുന്നു. പിന്നെ ചില സൗകര്യത്തിന് വേണ്ടി പാശ്ചാത്യർ ഇതിനെ പൂർവമെന്നും ഉത്തരമെന്നും വിളിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആശാനും ഉള്ളൂരും വള്ളത്തോളും നാലപ്പാട്ടും ജി ശങ്കരക്കുറുപ്പും റൊമാൻറ്റിസിസം ആണെങ്കിൽ ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും കുഞ്ഞിരാമൻ നായരും ഉത്തര റൊമാൻറ്റിസമാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മലയാളത്തിൽ കവികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നു. അപ്പോൾ ഇതിൽ കേട്ട ഒരു പേരാണ് നാലപ്പാട്ട് നാരായണ മേനോൻ. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് കാണുന്നത്. 1887 അദ്ദേഹം ജനിച്ചു. 1954 സാഹിത്യലോകത്തോട് വിട പറഞ്ഞു. ദാർശനിക കവി, തത്വചിന്തകൻ, വിലാപ കാവ്യകാരൻ, വിവർത്തകൻ, ആർഷജ്ഞാനി, ലൈംഗിക ശാസ്ത്ര അവബോധകൻ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്നു. മലയാള കവിതയിൽ ഭാവഗീത പ്രസ്ഥാനത്തെ വികസിപ്പിച്ചത് അദ്ദേഹമാണ്. ഓരോ വിഷയത്തിലും
അദ്ദേഹം ഓരോരോ പുസ്തകങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂവെങ്കിലും അവയെല്ലാം തന്നെ ബൃഹത് ഗ്രന്ഥങ്ങളായിരുന്നു. മലയാളിയുടെ ഭാവുകത്വത്തിന് വികാസം പകർന്ന എഴുത്തുകാരൻ വിക്ടർ ഹൂഗോവിൻ്റെ പാവങ്ങൾ എന്ന ഫ്രഞ്ച് നോവൽ അദ്ദേഹം വിവർത്തനം ചെയ്തു. അപ്പം മലയാളിയുടെ ഭാവുകത്വത്തിന് വികാസം പകർന്ന എഴുത്തുകാരനാണ് നാലപ്പാട്ട് നാരായണ മേനോൻ. അതുപോലെ വിക്ടർ ഹൂഗോവിൻ്റെ പാവങ്ങൾ, അതൊരു ഫ്രഞ്ച് എഴുത്തുകാരനാണ് വിക്ടർ ഹൂഗോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാവങ്ങൾ എന്ന് പറയുന്ന കൃതി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 2 കവിത പറയാം. ചക്രവാളം, അതുപോലെ പുളകാങ്കുരം. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കവിതകളാണ്. ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് മലയാള സാഹിത്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ജി എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. മുഴുവൻ പേര് ജി ശങ്കരക്കുറുപ്പ് എന്നാണ്. മലയാള കവിയും ഉപന്യാസകാരനുമായിരുന്നു. അദ്ദേഹം സർവകലാശാല അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു. അതുപോലെ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള സാഹിത്യകാരനാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം പ്രതീകങ്ങളായിരുന്നു എന്നുള്ളതാണ്. പ്രതീകാത്മകങ്ങളായിരുന്നു. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഓടക്കുഴൽ എന്ന അദ്ദേഹത്തിൻ്റെ കവിതയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളെന്ന് പറയുന്നത് പതികൻ്റെ പാട്ട്, സൂര്യകാന്തി, നിമിഷം, പെരുന്തച്ചൻ, പൂജാപുഷ്പം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ കൃതികളായിരുന്നു എന്നുള്ളതാണ്. ജി ശങ്കരക്കുറുപ്പ് ഇതിനെ സംബന്ധിച്ച് കേട്ടറ്റ് മലയാളം പരീക്ഷയ്ക്കൊക്കെ ധാരാളം ചോദിക്കാറുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേര്, അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ കൃതി ഓടക്കുഴൽ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ തുടങ്ങിയതെല്ലാം ഓർത്തിരിക്കുക.